കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇതാദ്യമായി ഇപ്പോൾ BJPക്ക് 3 MLA ഉണ്ടായിരിക്കുകയാണ്. ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ഒരു ചർച്ച ഇതിലെ നിയമസഭാ കക്ഷി നേതാവ് ആരായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ ആദ്യം കരുതി തീരുമാനമായി എന്നാണ് എല്ലാവരും കരുതിയിരുന്നെങ്കിൽ പിന്നീടാണ് അറിയുന്നത് ഇതിൽ BB ഗോപകുമാർ, തുടക്കക്കാരനായ BB ഗോപകുമാറാണ് ചാത്തന്നൂർ MLA, അദ്ദേഹമാണ് നിയമസഭാ കക്ഷി നേതാവായത് എന്നാണ്. അദ്ദേഹത്തിനൊപ്പം 2 മുൻ കേന്ദ്ര മന്ത്രിമാരും 2 മുൻ സംസ്ഥാന പ്രസിഡന്റുമാരുമായ V മുരളീധരനും രവി ചന്ദ്രശേഖറും ഉണ്ടായിരുന്നിട്ടും BB ഗോപകുമാറിനാണ് ഇപ്പോൾ നറുക്ക് വേണ്ടിയിരിക്കുന്നത്. അത് ഒന്നാമത്തെ കാര്യം, ഈ രാജീവ് ചന്ദ്രശേഖറും അതുപോലെ V മുരളീധരൻ രണ്ടുപേരും സ്റ്റാറ്റസ് ഏതാണ്ട് തുല്യമാണ് ദേശീയ തലത്തിൽ. അതായത് V മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരുന്നു, MP ആയിരുന്നു, KJPയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. അതുപോലെ രാജീവ് ചന്ദ്രശേഖരും ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഈ രണ്ടുപേരും തുല്യ നിലയിൽ വന്നു കഴിയുമ്പോൾ ഏതെങ്കിലും ഒരാളെ പരിഗണിച്ചാൽ മറ്റേ ഒരാളെ തഴയുന്നതിനോ അല്ലെങ്കിൽ അയാളുടെ ഗ്രാഫ് ഇടിയുന്നതിനോ ഒരു സൂചനയുണ്ടാകും. അത് അവർക്ക് അസംതൃപ്തി ഉണ്ടാക്കും എന്നൊരു സൂചനയുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്നാൽ പിന്നെ മൂന്നാമതൊരാളുണ്ടല്ലോ, അയാളായിക്കോട്ടെ, അത്രേ ഉള്ളൂ. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് സത്യത്തിൽ ഈ നിയമസഭാ കക്ഷി നേതാവ് BJPയുടെ ആകണമെങ്കിൽ അതിന് ഏറ്റവും യോഗ്യൻ എൻ്റെ ഒരു കണക്കൂട്ടൽ BB ഗോപകുമാർ തന്നെയാണ്. എന്താണെന്ന് ചോദിച്ചാൽ മറ്റവർ രണ്ടുപേർക്കും മുൻപരിചയമുണ്ട്. ഇന്ത്യ ഒട്ടാകെ അറിയുന്ന വ്യക്തിത്വമാണ്, കേരളം ഒട്ടാകെ അറിയുന്ന വ്യക്തിത്വമാണ്. ഈ പറയുന്ന തിരുവനന്തപുരത്തിൻ്റെ മനസ്സറിയുന്ന, മണ്ഡലം അറിയുന്ന ആൾക്കാരാണ്. അവർക്ക് ഹൈപ്പ് കൂടുതലുള്ളവരാണ്. എന്നാൽ ഇതിനകത്ത് ശരിക്കും നമ്മൾ വിലമതിക്കാനാവാത്ത വിജയം എന്ന് പറയുന്നത് ഈ BB ഗോപകുമാർ. അത് അപ്രതീക്ഷിതമല്ല, നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചത്? നമ്മൾ സർവേക്ക് പോയപ്പോൾ ഇത് 2ാം സ്ഥാനത്ത് വരുന്നുണ്ട്. അതായത് BJPയുടെ A ക്ലാസ് മണ്ഡലമാണ് ചാത്തന്നൂർ എങ്കിൽ പോലും അവർ 2 സീറ്റ് കഴിഞ്ഞ് 1 സീറ്റ് അവർ പ്രതീക്ഷിച്ചത് മഞ്ചേശ്വരമോ പാലക്കാടോ ആണ്. അപ്പോൾ അതിൽ ഈ കഴക്കൂട്ടവും ഈ പറയുന്ന നിയമവും കഴിഞ്ഞ് അവർക്ക് യാഥാർത്ഥ്യമായി കിട്ടിയ മണ്ഡലം എന്ന് പറയുന്നത് ചാത്തന്നൂരാണ്. അപ്പോൾ BB ഗോപകുമാർ എന്ന് പറയുന്ന ആളിനെ അന്നാണ് കേരളത്തിൻ്റെ മുക്കുമൂലം അറിയാൻ തുടങ്ങിയത്. BJPക്ക് 3 MLA ആ 3 പേരെയും കേരളം അറിഞ്ഞു. ആരൊക്കെയാണെന്ന് അറിയാൻ എല്ലാവർക്കും ഒരു ജിജ്ഞാസയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ഗോപകുമാറിൻ്റെ പേര്, ആരാണ് ഈ ഗോപകുമാർ, എല്ലാവരും അന്വേഷിച്ച് വന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു പക്ഷേ നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തിട്ടുള്ള ഒരു പേര് BB ഗോപകുമാറായിരിക്കും. അപ്പോൾ ഈ BB ഗോപകുമാർ ആരാണെന്ന് ചോദിച്ചാൽ അയാൾ 2016 2021 ചാത്തന്നൂർ മണ്ഡലത്തിൽ 2ാം സ്ഥാനത്ത് വന്ന BJPയുടെ സ്ഥാനാർത്ഥി. പണ്ട് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. അപ്പോൾ SNDP യൂണിയൻ്റെ ആളായിരുന്നു അദ്ദേഹം. SNDP കാരനാണ്, SNDP യൂണിയൻ്റെ ആളായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു 2011 2006 കണ്ടാണ് ഇദ്ദേഹം മത്സരരംഗത്ത് വരുന്നത്. 3000 വോട്ടിലോ 4000 വോട്ടിലോ തുടങ്ങിയതാണ്. വെറും 4000 വോട്ട് വാങ്ങി തുടങ്ങിയാണ്. ആ പുള്ളിക്ക് ഇത്തവണ 4000 വോട്ടിൻ്റെ ഭൂരിപക്ഷം വോട്ട്. മാത്രമല്ല ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് നമ്മൾ അവിടെ സർവേ കേൾപ്പ് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, ഇദ്ദേഹം അധ്യാപകനായിരുന്നു, നല്ല അധ്യാപകനായിരുന്നു എന്നാണ്. ഇദ്ദേഹം ഹിന്ദി അധ്യാപനം അങ്ങനത്തെ അധ്യാപകനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇദ്ദേഹത്തിന് വ്യാപകമായ ബന്ധങ്ങളുണ്ട്. ആ നാട്ടുകാരനാണ്, SNDP യൂണിയൻ്റെ പ്രസിഡന്റ്, ഇപ്പം നിലവിൽ പ്രസിഡന്റാണെന്ന് തോന്നുന്നു അദ്ദേഹം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് അവിടെ വിപുലമായ ബന്ധങ്ങളുണ്ട്. പിന്നെ വളരെ നല്ല പെരുമാറ്റമാണ് എന്നാണ് പൊതുവെ എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്നത്. ആർക്കെന്ത് ആവശ്യമുണ്ടെങ്കിലും ചെന്ന് സഹായിക്കുന്ന ഒരാളാണെന്നാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാൾ നിയമസഭാ കക്ഷി നേതാവായി വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ BB ഗോപകുമാർ ജയിച്ചപ്പോൾ തന്നെ പറഞ്ഞ് BJPയിൽ പുതിയൊരു താരോദയം ഉണ്ടായിരിക്കുന്നു. കാരണം അവർ നാഷണൽ വരെ കേരളത്തിൽ 3 MLA, 1 MLA ഇദ്ദേഹം തന്നെയാണ്. കേരളം പോലെ ഒരു ബാലചാറ മലയായ ഒരു സംസ്ഥാനത്ത് BJPക്ക് 3 MLA കിട്ടി. അതിൽ 3ാമത്തെ MLA അറിയപ്പെടുന്ന ഒരാളല്ലാതെ വരുമ്പം അയാൾ പെട്ടെന്നൊരു ഉയരത്തിലേക്ക് എത്തും. അപ്പോൾ ഈ അദ്ദേഹം നിയമസഭാ കക്ഷി നേതാവ് കൂടിയാവുക എന്ന് പറയുന്നത് അത് വലിയൊരു നേട്ടമാണ്. അപ്പോൾ ഈ അതിനകത്ത് എനിക്ക് തോന്നുന്നു ഇവർ രണ്ടുപേരും, രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിലും ഈ പറയുന്ന V മുരളീധരൻ ആണെങ്കിലും, അവർ രണ്ടുപേരും നിയമസഭാ കക്ഷി BJP നേതാവ് എന്നുള്ള രീതിയിൽ അവർ പ്രസ്താവനകൾ ഇറക്കാൻ തുടങ്ങിയിരുന്നു. ഇവർ രണ്ടുപേരും, ഒന്ന് രാജീവ് ചന്ദ്രശേഖരനെ നമുക്ക് ആലോചിക്കാം, അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനാണ്. V മുരളീധരനാണ് കഴിഞ്ഞ ദിവസം സഭയിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പ്രസ്താവന ഇറക്കിക്കൊണ്ടിരുന്നത്. സ്വാഭാവികമായിട്ട് ഞാൻ കരുതിയിരുന്നത് V മുരളീധരൻ വരും. കാരണം അദ്ദേഹത്തിനാണ് ഈ രംഗത്ത് ഈ കൂട്ടത്തിൽ സീനിയർ അദ്ദേഹമാണ്. രാജീവ് ചന്ദ്രശേഖരനേക്കാൾ അടിത്തറ ഉള്ള ആൾ എന്ന് പറയുന്നത് V മുരളീധരനാണ്. V മുരളീധരൻ സംഘത്തിൽ പ്രവർത്തിച്ച് ABVPയിലൂടെ കടന്നു വന്നു. അതെ, അദ്ദേഹം ഏറെക്കാലം പ്രവർത്തന മണ്ഡലം ഡൽഹിയിലായിരുന്ന ആളാണ്. ഇംഗ്ലീഷും മലയാളവും ഈ പറയുന്ന ഹിന്ദി എല്ലാം ഒരേ ഭാഷയെ കൈകാര്യം ചെയ്യാൻ പോരെങ്കിൽ നല്ല വൃത്തിക്ക് പ്രസംഗിക്കാൻ അറിയാവുന്ന ഒരാൾ കൂടിയാണ്. രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരന് മലയാളം അറിയില്ല.
അല്ല അതൊരു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വളരെ മിടുക്കനാണ്, അദ്ദേഹം ഒരു നല്ല എന്താണ് എൻ്റർപ്രണറാണ്, നല്ലൊരു സാങ്കേതിക വിദഗ്ധനാണ്, ഒക്കെയാണ്, നല്ല നേതാവൊക്കെ തന്നെയാണ്, പ്രൊഫഷണലാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഭാഷാ പരിമിതി അദ്ദേഹത്തിന് വലിയ തോതിൽ അദ്ദേഹത്തിന് അതാണ് അവിടെ അദ്ദേഹം മലയാളിയാണെങ്കിലും മലയാളം അറിഞ്ഞുകൂടാ. അദ്ദേഹം ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഔട്ട്സൈഡ് കേരളയാണ്, ബാംഗ്ലൂരോ ഡൽഹിയോ കണ്ടാണ്. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നിയമസഭയിൽ പോലുള്ളിടത്ത് പ്രസംഗിക്കുമ്പോൾ കൃത്യമായിട്ട് പ്രസംഗിക്കണം, പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയണം. അതിന് ഏറ്റവും മിടുക്കൻ വി മുരളീധരനാണ്. പക്ഷേ ആ വി മുരളീധരനെ ആക്കാം എന്ന് കേന്ദ്ര നേതൃത്വം വിചാരിക്കുന്നു എന്ന് കരുതുക. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ തടസ്സവാദം ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ല മാത്രമല്ല, നമ്മൾ പലപ്പോഴും നിയമസഭാകക്ഷി നേതാവ് സംസ്ഥാന പ്രസിഡന്റ് ഒരാളാകാറില്ല സാധാരണ. ഒരിക്കലും നമ്മൾ അങ്ങനെയാണ് കരുതുന്നത്. നമ്മൾ കരുതിയിരുന്നത് വി മുരളീധരൻ തന്നെ സംസ്ഥാന നിയമസഭാകക്ഷി നേതാവ് ആകുമായിരിക്കും, മറ്റേ അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റാണ്. അതെ, അങ്ങനെയാണ് കരുതിയിരുന്നത്. പക്ഷേ അങ്ങനെ അല്ലാതെ ഈ രണ്ടുപേരും ഏതാണ്ട് അവകാശവാദം ഉന്നയിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി എന്നാണ് നമുക്ക് മാധ്യമ റിപ്പോർട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് സംഭവിച്ചത് നമുക്കിപ്പോഴും അറിയില്ല. എന്തായാലും ഗോപകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നേട്ടമാണ്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അംഗീകാരമാണ്. മാത്രമല്ല ഇവിടുത്തെ ഈ തർക്കം കേന്ദ്ര നേതൃത്വം അറിഞ്ഞിട്ടാണല്ലോ അദ്ദേഹത്തെ വെച്ചിരിക്കുന്നത്. അതെ. അപ്പോൾ ഇവരുടെ വിജയത്തിനൊപ്പം തന്നെ എന്നാൽ ഒരു പടി കൂടി ഈ വിജയത്തെ നമ്മൾ ആഘോഷിക്കേണ്ടതാണ്. ഈ ഗോപകുമാറിൻ്റെ വിജയം എന്താണെങ്കിലും ഒരു രണ്ട് സിംഹങ്ങൾ തമ്മിൽ കടിപിടി കൂടിയപ്പോൾ ഒരു മാൻപേട അതിന്റെ നേതൃസ്ഥാനത്തേക്ക് വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ നാട്ടിൽ പലപ്പോഴും സംഭവിച്ചിട്ടില്ല, രണ്ട് വലിയ ഉന്നത ഒമ്പന്മാർ തമ്മിൽ തർക്കം നടക്കുമ്പോൾ അങ്ങനത്തെ വലിയ ഒമ്പൻ എല്ലാവർക്കും സ്വീകാരനായ കുറച്ച് സൗമ്യനായ ഒരാളിനെ ആ പദവിയിലേക്ക് ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി ഒരാളെ വെച്ചു, അവിടെ പരിപാടി കഴിഞ്ഞേ. ഇനിയിപ്പോൾ ആകെപ്പാടെ 3 പേരേ ഉള്ളൂ. ഇതിനകത്ത് ആരായാലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതെ, മാത്രമല്ല ഇവർക്ക് 3 പേരുള്ളതുകൊണ്ട് സംസാരിക്കാൻ കൂടുതൽ സമയം കിട്ടും. അതെ, നിയമസഭയിൽ 3 പേരുള്ള ഒരു പ്രസ്ഥാനമല്ലേ. അതല്ല, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ അംഗങ്ങളാണ് ഇവർ. അത് കേരള നിയമസഭയിൽ അവരുടെ പെർഫോമൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവർ 3 പേരാണെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ ആവശ്യങ്ങൾ നേടിയെടുക്കാനും ഒക്കെ തന്നെ ഇവരുടെ സേവനം തീർച്ചയായിട്ടും നമുക്ക് പ്രയോജനപ്പെടുത്താം. അതുണ്ടാവും. അതിപ്പോൾ വി മുരളീധരൻ്റെ ആണെങ്കിലും രാജീവ് ചന്ദ്രശേഖരനാണെങ്കിലും ഇടപെടാൻ സാധിക്കും. ബി ഗോപകുമാർ കേന്ദ്ര നേതൃത്വമായിട്ട് വലിയ അടുപ്പം ഉള്ള ആളല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കേന്ദ്രത്തിലേക്ക് പോകേണ്ട ആവശ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അദ്ദേഹം കേരളത്തിൽ ഒതുങ്ങിയെന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണെങ്കിലും വളരെ നല്ലൊരു ഓപ്ഷനാണ്. BJP നേതൃത്വം വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം. മാത്രമല്ല ഗോകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അധ്യാപകനൊക്കെയായിരുന്ന ഒരാളെന്നുള്ള നിലയിൽ, നല്ല സംഘാടകൻ എന്നുള്ള നിലയിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായ നിയമസഭാ നടപടിക്രമങ്ങൾ പഠിച്ചു വന്ന് നിയമസഭയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് വളരെ ഗുണം ചെയ്യും. നിയമസഭാ കക്ഷി നേതാവ് എന്ന നിലയിൽ ഇനി അടുത്ത തവണ ഭരണമെങ്ങാനും വന്നു കഴിയുമ്പം ഗോപകുമാറിനെ മുഖ്യമന്ത്രിയാക്കണം എന്ന് പറയരുത്. കാരണം ഈ അടുത്ത ഇലക്ഷൻ വരുമ്പോഴത്തേക്കും BJPയുടെ ആ ഒരു സ്റ്റാറ്റസേ മാറാൻ പോവാണ്. ഈ 3 മാറും. 3 മാറി 30 അടുത്തെത്തിയാലും ഇപ്പോൾ തന്നെ ഈ ചക്കപ്പാർട്ടിയൊക്കെ നിർത്തിയില്ലായിരുന്നെങ്കിൽ ആളുകളൊരു സംശയം ഉയർത്തിയിരുന്നു, ഇവർ CPM അന്തർധാര ഉണ്ടെന്നുള്ളത്. അപ്പോൾ പിണറായിക്കെതിരെ ആഞ്ഞടിക്കാൻ തീരുമാനിച്ച ജനങ്ങൾ ഈ BJP ഇയാളെ വീണ്ടും തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കണമെന്ന് സംശയിച്ച ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ സർവേക്ക് ചെയ്യുമ്പം പലയിടത്തും BJP അനുഭാവികളായ ചില ആളുകൾ പോലും ഞങ്ങൾ ചൂണ്ടിക്കാട്ടിത്തന്നു. നമുക്കത് പരിചയമില്ല. അവർ സർവേക്ക് പങ്കെടുത്തവർ പറഞ്ഞു ഞങ്ങൾക്ക് സംശയമുണ്ട്, അങ്ങനെ അന്തർധാര ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഘടകകക്ഷിക്ക് വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ ചില ആൾ നമ്മൾ കണ്ടിരുന്നു. ഈ BJPയുടെ അനുഭാവികളെ, പ്രവർത്തകരൊന്നുമല്ല അവർ. അപ്പോൾ ആ ഒരു അവസ്ഥ മാറുകയും ഈ മാർക്സിസ്റ്റ് പാർട്ടി ഏതാണ്ട് അടപടലം അടിഞ്ഞ് താഴെ വീഴുകയും ചെയ്ത സ്ഥിതിക്ക് ഇനിയിപ്പം BJP ആഞ്ഞത് ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് സുഖമായി അടുത്ത തെരഞ്ഞെടുപ്പിന് വലിയ തോതിലുള്ള നേട്ടം ഉണ്ടാക്കാനും കഴിയും. അതിനേതായാലും ഈ 3 പേരും മോശക്കാരല്ല, 3 പേരും പ്രഗത്ഭന്മാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നിയമസഭയിൽ നന്നായിട്ട് തിളങ്ങാൻ കഴിയും, അത് കാര്യം ഉറപ്പാണ്. പക്ഷേ ഗോപകുമാറിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ അദ്ദേഹത്തിന് വലിയ നേട്ടമാണ്. BJP സംസ്ഥാന നിരയിലേക്ക് അദ്ദേഹം ഇനി കൂടുതൽ വലിയ പദവിയിലേക്ക് ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. കാരണം നിയമസഭാ നേതാവെന്ന് ചെറിയ കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനത്താണെങ്കിലും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കോർ കമ്മിറ്റികളിലൊക്കെ അദ്ദേഹത്തെ അംഗമാക്കേണ്ടി വരും. എന്തായാലും ബി ഗോപകുമാറിനെ നമ്മൾ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായും ബി ഗോപകുമാർ നമ്മൾ അഭിനന്ദിക്കും. കാരണം ആദ്യമാണ് അദ്ദേഹം വളരെ പാടുപെട്ട് ഒരു മണ്ഡലത്തിൽ ചേർന്ന് പ്രവർത്തിച്ച് മണ്ഡലത്തിൽ തന്നെ അദ്ദേഹം ശക്തമായ സാന്നിധ്യമായി മാറി അങ്ങനെ ജനങ്ങളുടെ അംഗീകാരം നേടി വന്ന വ്യക്തിയാണ്. അധ്യാപകനും കൂടി ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടുതൽ തിളങ്ങാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.